ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതൻ ഫൈനാൻസിലിരിക്കുന്നത് പോലും അറിയാണ്ട് നമ്മുടെ മിത്ര നേരെ അവിടെ ചെല്ലാണ് കേട്ടോ, ഇതെല്ലാം പണയം വയ്ക്കാനായിട്ട്. പക്ഷേ മിത്രയെ കാണുമ്പോൾ അച്യുതനുടനെ അവിടെയുള്ള ആളുകളുമായി ചേർന്നിട്ട് ആ സ്വർണം അവിടെ പിടിച്ച് വെപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കള്ള രസീത് എഴുതി കൊടുക്കുക കേട്ടോ. തൽക്കാലം ഇവിടെ നമുക്ക് ഫണ്ടില്ല, സ്വർണത്തിൻ്റെ തൂക്കവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ എഴുതി തരാം, ആ റെസിപ്റ്റ് വൈകിട്ട് വരുമ്പോഴത്തേക്കും കൊണ്ടുവന്നാൽ മതി, അന്നേരം ക്യാഷ് തരാമെന്ന്. പാവം പിടിച്ച മിത്ര അത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് സ്ഥാപനമാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ സ്വർണം അവിടെ ഏൽപ്പിച്ചിട്ട് മിത്ര നേരെ പോകണം കേട്ടോ മീനാക്ഷിയുടെ അടുത്തേക്ക്. മീനാക്ഷി ചോദിക്കുന്ന എന്തായി എന്നപ്പോഴാണ് മിത്ര പറയുന്നത് അവിടെ ഫണ്ടില്ലാത്ത കാരണം വൈകിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണം തിരിച്ച് തന്നോന്ന് ചോദിക്കാൻ കേട്ടോ മീനാക്ഷി. ഇല്ല ചേച്ചി, അവരത് തൂക്കമൊക്കെ നോക്കിയിട്ട് അവിടെ വാങ്ങിച്ചു വെച്ചു, അവർക്കത് ഇനി തരുന്നത് അവർക്ക് വലിയ ക്ഷീണമാണ്, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചെടുത്താലോ, അതുകൊണ്ട് അവിടുന്ന് എന്നെ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരവിടെ വെച്ചേക്കാണ്. വൈകിട്ട് ഈ റെസിപ്റ്റും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പൈസ തരാമെന്നാണ് പറയുന്നത്. ഓ, അങ്ങനെയാണല്ലേ, അത് ശരി. അങ്ങനെ സാധാരണ സംഭവിക്കാൻ വഴിയില്ല മിത്രേ. ഫൈനാൻസിലൊക്കെ കൊണ്ടുപോയി നമ്മൾ സ്വർണം വെച്ചാലേ അന്നേരം തന്നെ പൈസ തരേണ്ടതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയുള്ള സ്ഥാപനമൊന്നും അല്ല എന്ന് മിത്ര പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷിനെ. മീനാക്ഷിക്ക് അത്ര വിശ്വാസം ആവണമില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ ചില ഇതെല്ലാം നമ്മുടെ ആര്യൻ ഗോമതിയായിട്ട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും അപ്പം തന്നെ നമ്മുടെ മീനാക്ഷി വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട് 10 ലക്ഷം രൂപ ആര്യന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആര്യന് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ PF എടുത്ത് കൊടുക്കുകയാണല്ലോ. ആര്യനോട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഇത്രയും ക്യാഷുമായിട്ട് അവൾ വന്നാൽ ഒറ്റയ്ക്ക് വരണം ശരിയല്ല, നീ ഒന്ന് സേഫായിട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട്. ഇതിനിടയ്ക്ക് ഈ സ്വർണ്ണം എല്ലാം കൊണ്ട് നമ്മുടെ അച്യുതൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന് എല്ലാവരോടും പറയാണ് അങ്ങനെ ഇവിടെ വന്ന് ചോദിക്കണം, കൊടുത്ത സ്വർണം പണയം വെക്കാൻ ഇത്രയും സ്വർണം ഇവരുന്ന് കൊടുത്തില്ലേ, അന്ന് ചോദിച്ചപ്പോഴത്തേക്കും തട്ടിക്കൊണ്ട് പോയതാണെന്നോ ഇല്ലെന്നോ ഒക്കെ കളവ് പറഞ്ഞതല്ലേ, എന്നാൽ ഇതൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞ് നന്ദിതേനെയും അനന്തനെയും ഒക്കെ വിവരം അറിയിച്ചിട്ട് കൃഷ്ണമംഗലത്ത് നിന്ന് കൂടോടുകൂടി ദേവമംഗലത്തേക്ക് വരുവാട്ടോ. ഇവിടെ സ്വർണം പണയം എടുത്തു വെച്ചതിൻ്റെ കാര്യവും പറഞ്ഞിട്ട് മിത്രയ്ക്കും നമ്മുടെ ബാലനും ഒക്കെ ശരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ധർമ്മനാണെങ്കിൽ തടയുന്നുണ്ട്, ഏട്ടാ സമാധാനപ്പെടുന്ന. അപ്പുറത്തുനിന്ന് ആര്യന് ദേഷ്യപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ, അടിയുണ്ടാക്കാനായിട്ട്. ആര്യനെ പിടിച്ച് തള്ളുകയാണ് നമ്മുടെ ധർമ്മൻ. നീ അങ്ങോട്ട് മാറി നിൽക്കടാന്നും പറഞ്ഞോട്ടോ അച്യുതൻ്റെ സൈഡിൽ നിന്നങ്ങോട്ട് സംസാരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ പ്രൊമോയിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്